ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീടൊരു പഴയ തറവാടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ഒരു തറയാണ്. അതായത് ശരിക്കും ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ശ്രീമൂല സ്ഥാനമാണിത്. പാലക്കട എന്നാണ് ഞങ്ങളിതിനെ പറയുക. ഇത് നിങ്ങൾക്ക് കാണാം, ചെമ്പകം എന്നൊക്കെ നമ്മൾ വിളിക്കും. പക്ഷേ ഇതിനെ ഞങ്ങളൊക്കെ വിളിക്കുന്നത് പാല എന്നാണ്. പുൾമേരിയ ആണ് ഇതിൻ്റെ, പൾമേറിയ എന്നോ എന്തോ ആണ് അതിനെ നമ്മളെ ഗാർഡൻകാരൊക്കെ വിളിക്കുന്നത്. ഇതിൽ വെള്ള പൂക്കളാണ് ഇതിൽ വിരിയുക. നല്ല ഫ്ലവറിങ് സീസൺ ആകുമ്പോൾ ഇതിൽ നിറച്ച് വെള്ളപ്പൂക്കളുണ്ടാവും. അപ്പോൾ ഞാനിത് കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ചാൽ, കർക്കിടകം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം, അതായത് കർക്കിടകം 1 തലേ ദിവസം ഇവിടെ ഈ സ്ഥലത്ത് പൂജ നടക്കും. കർക്കിടക സംക്രാന്തി നാൾ രാത്രി നേരത്ത് ഇവിടെ പൂജ നടത്തും. അതിൻ്റെ വീഡിയോസ് ഉണ്ട്, അതിന് ഞാൻ പിന്നീട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നടക്കുന്ന പൂജയുടെയും അതുപോലെ ഇവിടെ ഗുരുതി കമഴ്ത്തും. 3 ഉരുളിയിൽ ഗുരുതി കലക്കിയിട്ട് ഇവിടെ ഗുരുതി കമഴ്ത്തും. ഗുരുതി കമഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തേക്ക് ആ സ്ഥാനത്ത് ചവിട്ടാൻ പാടില്ല. അതുപോലെ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇതൊന്നും എടുത്ത് 7 ദിവസത്തേക്ക് എടുത്ത് കളയാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാര്യങ്ങളും എടുത്ത് കളയില്ല. അതിനുശേഷം ഇതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കുള്ളൂ. ഇത് വീഡിയോ കാണുന്നവർ എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കരുത്. എന്താ അവിടെ ദൈവികത്തിൻ്റെ തറയല്ലേ, എന്താ വൃത്തികേടായി കിടക്കുന്നതെന്ന് ചോദിക്കരുത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് വിളക്ക് വെച്ച് പോയിട്ടുണ്ട്. അവിടെ ചന്ദ്രത്തിരി എരിയുന്നത് നിങ്ങൾക്ക് കാണാം. രാവിലെ വിളക്ക് വെച്ച് പോയിട്ടുണ്ട്. തുറന്നിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാക്കയൊക്കെ തിരിയെടുത്തുകൊണ്ട് പോവും. അതുകൊണ്ടാണ് വിളക്ക് കെട്ടയിൽ തിരി കാണാത്തത്. മഴക്കാലമായതുകൊണ്ട് അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാക്ക തിരിയെടുത്ത് കൊണ്ടുപോയത് കാരണമാണ് തിരി കാണാത്തത്. ഇതിവിടെ ഇങ്ങനെ പൂജ കഴിഞ്ഞിട്ട് ഇന്നേക്കിപ്പോൾ 6-7 ദിവസമായിട്ടുണ്ട്. വൃത്തിയാക്കാറായിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഇത് വൃത്തിയാക്കേണ്ട സാഹചര്യമാണ്. ഇവിടെയൊക്കെ വൃത്തിയാക്കും, എല്ലാം വൃത്തിയാക്കും. അതുവരെ ആ തറയിൽ തൊടരുത്, ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് സങ്കല്പം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിയും അതുപോലെ തന്നെ ദേവിയുടെ പരിവാരങ്ങളായ വീരഭദ്രനും കണ്ഠകാരനും ആണ് കൂടെയുള്ളതെന്നാണ് വിശ്വാസം. ഈ ഒരു പാല നിങ്ങൾ കണ്ടുവല്ലോ, ഇത് കൊടുങ്ങൽ